ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണത്തിലെ താരകാസുര വധമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇത്തവണ സ്കന്ദപുരാണം കേൾക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം കഴിഞ്ഞ തവണ 6 ദിവസം കൊണ്ടാണ് സ്കന്ദപുരാണം നമ്മൾ പറഞ്ഞു തീർത്തത്. ചുരുക്കിയാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണ നമ്മൾ 21 ദിവസം കൊണ്ടാണ് സ്കന്ദപുരാണം പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ കേൾക്കുന്ന ആളുകൾ മഹാഭാഗ്യവാന്മാരാണ്. കാരണം ഭഗവാന്റെ യാത്ര, ആ യാത്രയിൽ നിങ്ങളും കൂടി പങ്കെടുക്കുകയാണ്. മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും വിവാഹം മുതൽ, എന്തിനു പറയുന്നു, സതീദേവിയുടെ വിയോഗത്തിനു ശേഷം മുതൽ നിങ്ങൾ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അതിനുള്ള ഭാഗ്യം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും പുണ്യവാന്മാരും പുണ്യവതികളുമാണ് എന്ന് 100% ഉറപ്പിച്ചു പറയാം. കാരണം ഹിന്ദുമത വിശ്വാസികളായ എത്രയോ മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അതിൽ തന്നെ എത്രയോ ശതമാനം കുറച്ചു പേർക്ക് മാത്രമാണ് ഈശ്വരനെ അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ നിസ്സാരപ്പെട്ട ആളുകൾക്ക് മാത്രമല്ലേ ഈ കഥയൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ഓർക്കുക. ഭഗവാൻ വേലായുധ സ്വാമി താരകാസുരനെ വധിച്ചതിനു ശേഷം മായാപുരിയിൽ നിന്നും മടങ്ങുന്നു. ഭഗവാന്റെ കൂടെ വിഷ്ണുദേവനും ബ്രഹ്മദേവനും ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഭൂതഗണങ്ങളും എല്ലാവരുമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ദേവഗിരി മലയിൽ എത്തിച്ചേരുന്നു. സന്ധ്യാസമയത്താണ് അവരവിടെ എത്തിച്ചേരുന്നത്. താരകാസുരനെയും ക്രൗഞ്ചാസുരനെയും വധിച്ച് ലോകത്തിന് സമാധാനം നൽകിയ സ്കന്ദദേവനെ ദേവഗിരി ശൃംഗത്തിൽ എല്ലാവരും കൂടി ഉപവിഷ്ടനാക്കി. പാദപൂജ നടത്തണം എന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുകയും ആ കാര്യം അവർ കുമാരനോട് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് അങ്ങയുടെ പാദപൂജ ചെയ്യണം, അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ദേവന്മാരുടെ ആഗ്രഹം സ്വീകരിച്ച സ്കന്ദദേവൻ അവർക്ക് അതിന് അനുവാദം കൊടുക്കുന്നു. ഉടൻ തന്നെ ദേവന്മാരുടെ കൽപ്പനപ്രകാരം ദേവശില്പി ദേവഗിരി ശൃംഗത്തിൽ മനോഹരമായ ഒരു നഗരം സൃഷ്ടിച്ചു. ആ നഗരത്തിൻ്റെ മധ്യത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടിയ ഒരു സുവർണ ക്ഷേത്രം കൂടി ദേവശില്പി നിർമ്മിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ സ്കന്ദദേവൻ ഇരിക്കുവാൻ നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു സിംഹാസനവും സൃഷ്ടിച്ചു. ദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും അകമ്പടിയോടുകൂടി നഗരത്തിൽ പ്രവേശിച്ച മുരുകദേവ തൃപ്പാദങ്ങളിൽ സ്വർണപാദുകങ്ങൾ ദേവന്മാർ ധരിപ്പിക്കുന്നു. പട്ടുവിരിച്ച പാദകളിൽ പുഷ്പങ്ങൾ തൂകി ദേവനെ ആ ആലയ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. സന്തുഷ്ടനായ ശിവബാലകൻ രത്നസിംഹാസനാരൂഢനായി ദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും ദിവ്യദർശനം അരുളി. ഉടൻ തന്നെ മഹാവിഷ്ണു ദേവഗംഗയെ മനസ്സിൽ ധ്യാനിച്ചു. അങ്ങനെ ഗംഗാദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഗംഗാജലം കൊണ്ട്, ദേവഗംഗാജലം കൊണ്ട്, ദേവലോകത്തു നിന്നുള്ള ഗംഗാജലം കൊണ്ട് മുരുകദേവന് അഭിഷേകം ചെയ്തു. അതിനുശേഷം മഞ്ഞപ്പട്ടുടയാടകൾ ഭഗവാനെ ധരിപ്പിച്ചു. മറ്റൊരു ദിവ്യസിംഹാസനത്തിലേക്ക് അതിനുശേഷം ഭഗവാനെ
ഉപവിഷ്ടനാക്കുകയും ചെയ്തു. കസ്തൂരിയും ചന്ദനങ്ങളുമൊക്കെ അണിയിച്ചു. നിർമ്മലമായ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജയും ചെയ്തു. അങ്ങനെ ദേവന്മാർ സ്കന്ദദേവനെ പൂജിച്ചു. ദേവപൂജയിൽ കുമാരൻ സംപ്രീതനായി ദേവന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ ദേവന്മാർക്ക് സന്തോഷമായി താരകാസുരനെ വധിച്ചത്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് കുമാരദേവനെ ദേവന്മാർ പൂജിച്ചത്. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടുന്ന പാഠമാണത് നന്ദി. നന്ദി നമുക്കെല്ലാവർക്കും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുകയുള്ളൂ. ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഒരു ചെറിയ കാര്യം ആര് ചെയ്തു തരുന്നുവോ അവരോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കണം. അങ്ങനെ ദേവന്മാർ മുരുകദേവനെ പൂജിക്കുന്നു. താരകാസുരൻ്റെ മരണം ദൂതന്മാർ മുഖേന അസുരപത്നി അറിയുന്നു. അസുരപത്നിയായ ശൗരി, താരകാസുരൻ്റെ ഭാര്യയുടെ പേര് ശൗരി എന്നാണ്. ശൗരി കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് ഈ ശൗരി എവിടെ എത്തിച്ചേർന്നു? യുദ്ധക്കളത്തിൽ എത്തിച്ചേർന്നു. താരകാസുരൻ്റെ മറ്റുള്ള പത്നിമാരും ദുഃഖം സഹിക്കുവാൻ കഴിയാതെ ആ അസുര ശവശരീരത്തിൻ്റെ ചുറ്റും കൂടി നിന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് ആര് വരുന്നു? താരകാസുരൻ്റെ പുത്രൻ അസുരേന്ദ്രൻ. പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് ഹൃദയവേദനയോടുകൂടിയാണ് മായാപുരിയിലേക്ക് പാഞ്ഞെത്തിയത്. പിതാവിൻ്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അസുരേന്ദ്രൻ. അതിനുശേഷം ആസുര മര്യാദകളോടുകൂടി ആ ശരീരം ചിതയിൽ വെച്ചു. അസുരപത്നിമാർ വിലക്കുകളെ വകവയ്ക്കാതെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കുകയും ചെയ്തു. അവശേഷിച്ച അസുരന്മാരുമായി അസുരേന്ദ്രൻ ദക്ഷിണ സാഗരത്തിലുള്ള വീരമഹേന്ദ്രപുരിയെയാണ് പ്രാപിച്ചത്. വീരമഹേന്ദ്രപുരിയെ തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നത് ആരാണ്? ശൂരപത്മാസുരനാണ്. അവിടേക്കാണ് ഇവരെത്തിച്ചേർന്നത്. തൻ്റെ പിതൃജ്യേഷ്ഠനായ ശൂരപത്മാസുരൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു അസുരേന്ദ്രൻ. വല്യച്ഛനാണ്. വല്യച്ഛൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു അസുരേന്ദ്രൻ. എന്നിട്ട് ഇടറുന്ന കണ്ഠത്തോടുകൂടി തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത ശൂരപത്മാസുരനെ അറിയിക്കുന്നു. തൻ്റെ ഇളയ സഹോദരൻ മരണപ്പെട്ടുവോ, ശിവകുമാരനാണോ വധിച്ചത്, എനിക്കിത് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശൂരപത്മാസുരൻ അല്പസമയത്തേക്ക് എന്തു പറയണം എന്നറിയാതെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു പോയി. പെട്ടെന്ന് തന്നെ അതീവ കോപത്തോടു കൂടി ശൂരപത്മാസുരൻ ചാടി എഴുന്നേറ്റിട്ട് ചതിയന്മാരായ ദേവേന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെയും ഉടൻ തന്നെ വധിക്കണം, അതുപോലെ തന്നെ ശിവന്റെ പുത്രനെ അവനെയും വധിക്കണം, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഉടൻ തന്നെ യുദ്ധത്തിന് തയ്യാറാകുവാൻ എല്ലാവരോടും ആജ്ഞാപിച്ചു. അങ്ങനെ കോപത്തോടു കൂടി നിന്ന ശൂരപത്മാസുരനെ മന്ത്രിയായ അമോഘൻ തടയുന്നു. എന്നിട്ട് അമോഘൻ ശൂരപത്മാസുരനോട് പറയുകയാണ്, അല്ലയോ അസുരേന്ദ്ര, ആലോചിക്കാതെ ധൃതിപ്പെട്ട് തീരുമാനിക്കുന്ന പ്രവർത്തികളൊന്നും തന്നെ ഒരിക്കലും വിജയിച്ചിട്ടില്ല. തന്ത്രശാലികളായ ചാരന്മാരെ നിയോഗിച്ച് ശത്രുവിൻ്റെ ബലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം മതി ഉചിതമായ തീരുമാനം എടുക്കുന്നത്. അസുര ചക്രവർത്തിയായ അവിടുന്ന് മരണമില്ലാത്തവനാണ് എന്നും സർവലോക അധിപതിയാണെന്നും 3 ലോകങ്ങൾക്കും അറിയാവുന്ന സത്യമാണ്. അപ്രകാരം
അപരാജിതനായ അസുര സാമ്രാജ്യത്തിൻ്റെ ഉടമയായ അങ്ങ് നിസാരന്മാരായ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുക എന്നത് അവിടുത്തെ വീരപരാക്രമങ്ങൾക്ക് യോജിക്കുന്നതല്ല. ശിശുവായ ശിവപുത്രനുമായി യുദ്ധത്തിനിറങ്ങുന്നതിനു മുമ്പ് ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നതിനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ചാരന്മാരെ നിയോഗിക്കാം, അങ്ങ് അതിന് ഉത്തരവിടണം എന്ന രീതിയിൽ ഈ അമോഘൻ എന്ന മന്ത്രി ശൂരപത്മാസുരനോട് പറയുന്നു. ശൂരപത്മാസുരന് മന്ത്രി പറഞ്ഞത് കാര്യമാണ് എന്ന് തോന്നുകയും വിശ്വസ്തന്മാരായ ചാരന്മാരായ ബഗൻ, മയൂരൻ, സേനൻ, ചക്രവാകൻ, ശുഗൻ തുടങ്ങിയ ആളുകളെ, അസുരന്മാരെ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് അയച്ചു. അവർ ശത്രുവിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് അറിയുന്നതിനായി യാത്രയാവുകയും ചെയ്തു. ഈ സമയത്ത് മുരുകദേവനും പരിവാരങ്ങളും ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം നവവീരന്മാരും സൈന്യങ്ങളുമൊത്ത് ദേവഗിരിയിൽ നിന്നും യാത്ര ചെയ്ത സ്കന്ദദേവൻ പല ദേശങ്ങളും നദികളും മലകളും പിന്നിട്ട് തൃക്കേദാരം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. പൂർവകാലത്തിൽ ഭൃഗു മഹർഷി ഈശ്വര ദർശനത്തിനായി കൈലാസാദ്രിയെ പ്രാപിക്കുകയും പരമേശ്വര പാർവതിമാരെ ദർശിച്ച ഭൃഗു മഹർഷി പാർവതീദേവിയെ ഒഴിവാക്കി ശിവനെ മാത്രം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു. കോപിഷ്ഠയായ ദേവി ഭൃഗുമുനിയുടെ ശരീരശക്തി അപഹരിക്കുകയാണ് ചെയ്തത്. ദേഹശക്തി നഷ്ടപ്പെട്ട മഹർഷി ഒരു അസ്ഥിപഞ്ജരമായി മാറി. നടക്കുവാൻ കെൽപ്പില്ലാതെ വിഷമിച്ച ഭൃഗുമുനിക്ക് മൂന്നാമതൊരു പാദം നൽകി മഹാദേവൻ അനുഗ്രഹിച്ചു. മഹാദേവനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ തന്നെയും പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച പാർവതീദേവി അതികഠിനമായി തപസ്സനുഷ്ഠിക്കുകയും ഒടുവിൽ ഈശ്വരൻ്റെ വാമഭാഗം കരസ്ഥമാക്കുകയും ചെയ്തു. ഈ പാർവതീദേവി തപസ്സനുഷ്ഠിച്ച ആ സ്ഥലമാണ് തൃക്കേദാരം എന്ന പുണ്യസ്ഥലം. കാശി മുതലായ പുണ്യസ്ഥലങ്ങൾ ദർശിച്ച മുരുകദേവനും പരിവാരങ്ങളും പണ്ട് നന്ദികേശൻ പർവ്വതരൂപം പ്രാപിച്ചതും മഹാദേവൻ അദ്ദേഹത്തിനു ദർശനം നൽകിയതുമായ ശ്രീശൈലത്തിലും എത്തിച്ചേർന്നു. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ബാല്യത്തിൽ സ്കന്ദദേവൻ ബാലലീലകളാടിയപ്പോൾ പാതാളത്തിലേക്ക് താഴ്ന്നതും അതിനുശേഷം സുഷിരമാർഗത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടതുമായ തിരുവേങ്കടഗിരിയിൽ എത്തിച്ചേർന്നു. മാമ്പഴം ലഭിക്കാതെ മാതാവായ ഉമാദേവിയുമായി പിണങ്ങി പാതാളത്തെ പ്രാപിച്ച് അവിടെ നിന്നും ഗുഹാമാർഗമായി താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലവും മുരുകദേവൻ വീണ്ടും സന്ദർശിച്ചു. പുഷ്കരണിയെ ദർശിച്ച സ്കന്ദദേവനും പരിവാരവും ചിലന്തിക്കും പാമ്പിനും ശിവകേസരിക്കും കണ്ണപ്പ നായനാർക്കും നൽകീരദേവനും കന്യകമാർക്കും മുക്തി സിദ്ധിച്ച ദക്ഷിണ പുണ്യ കാശിയായ കാളഹസ്തി മലയെ ദർശിച്ചു. അവിടെ നിന്നും പരമേശ്വരൻ താണ്ഡവ നൃത്തം ചെയ്ത് ലോകരക്ഷ ചെയ്ത തിരുവാലങ്കാട് എന്ന പുണ്യസ്ഥലം ചെന്നു കണ്ടു. ചൂതവൃക്ഷ ചുവട്ടിൽ മഹാദേവൻ ധ്യാനനിരതനായി ഇരുന്നരുളിയ തൃക്കാഞ്ചീപുരം, ശ്രീ കാമാക്ഷി ദേവി ഈശ്വരനെ പൂജിച്ച തിരുവേഗമ്പം, ബ്രഹ്മാദിദേവന്മാരാൽ പൂജിക്കപ്പെട്ട മറ്റു ദേവാലയങ്ങൾ എന്നിവയും സ്കന്ദദേവൻ സന്ദർശിച്ചു. വിഷ്ണുവും ബ്രഹ്മനും ആദ്യന്തങ്ങൾ കണ്ടറിയുവാൻ സാധിക്കാതെ പരമേശ്വരൻ ലിംഗമൂർത്തിയായി നിന്ന് അരുളിയ തിരുവണ്ണാമലയും അദ്ദേഹം സന്ദർശിച്ചു. പുണ്യസ്ഥലമായ കാവേരിയെയും ദർശിച്ച കുമാരൻ ഉത്തര തീരത്തുള്ള മണിയാറ്റിൻകരയിൽ എത്തിച്ചേർന്നു. ഈ സമയത്ത് തിരുപ്പുറം കുണ്ട്രത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന പരാശര മഹർഷിയുടെ പുത്രന്മാരായ ദത്തർ, അനന്തർ, നന്ദി,
ചതുർമുഖൻ, ചക്രപാണി, മാലി എന്നിവർ ജ്ഞാനദൃഷ്ടിയിൽ അവിടേക്ക് കുമാരദേവൻ എത്തുന്നു എന്ന് ദർശിക്കുകയും അവർ കുമാരദേവനെ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ തിരുപ്പുറം കുണ്ട്രത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന പരാശരമുനിയുടെ പുത്രന്മാരെ കുമാരൻ കാണുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം സർവേശ്വരൻ എവിടെ എത്തിച്ചേർന്നു? തിരുച്ചെന്തൂരിൽ എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. തിരുച്ചെന്തൂരിൽ എത്ര ആളുകൾ പോയിട്ടുണ്ട്? കമൻ്റ് ഇടണം. കടൽ തീരത്തുള്ള ആ മനോഹരമായ ഭൂപ്രദേശം, കടലോര പ്രദേശമാണ് തൃച്ചെന്തൂര്. ദേവശില്പിയാൽ സൃഷ്ടിക്കപ്പെട്ട ചേതോഹരമായ തിരുക്കോവിലിൽ തൻ്റെ ഗണങ്ങളെ ഇരുത്തിയതിനു ശേഷം കുമാരദേവൻ ശ്രീകോവിലിൽ പ്രവേശിക്കുകയും രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു. അപ്പോൾ ദേവദുന്ദുഭികൾ മുഴങ്ങി, ഗന്ധർവഗീതം ഉയർന്നു, ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അഗ്നിഭഗവാനും വരുണദേവനും സ്കന്ദദേവ ഭഗവാന് വെൺകൊറ്റക്കുടകൾ പിടിച്ചു. വായുദേവനും ഉപദേവന്മാരും വെഞ്ചാമരം വീശി. ഉടവാളേന്തിയ വീരബാഹു ഈശ്വര കൽപ്പനയ്ക്കായി സന്നിധിയിൽ കാത്തുനിന്നു. 1,08,000 ശിവവീരന്മാർ ഗോപുരനടയിൽ സ്കന്ദദേവനെ തൊഴുത് നിന്നു. ഉടൻ തന്നെ തൻ്റെ അടുത്തു നിന്നിരുന്ന ഇന്ദ്രനോട് ശൂരപത്മാദി അസുരന്മാരുടെ വളർച്ചയും അവരുടെ ജനനവും അവർ ദേവന്മാർക്ക് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും വളരെ വിശദമായി തന്നെ ധരിപ്പിക്കുവാൻ സ്കന്ദദേവൻ തിരുച്ചെന്തൂരിലെ ആ ശ്രീകോവിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് ദേവേന്ദ്രനോട് പറഞ്ഞു. ദേവേന്ദ്രൻ ആ ദൗത്യം ദേവഗുരുവായ വ്യാഴഭഗവാനെ അല്ലെങ്കിൽ ബൃഹസ്പതിയെ ഏൽപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സാധിക്കുന്ന എല്ലാവരും എപ്പോഴെങ്കിലും തിരുച്ചെന്തൂരിൽ ഒന്ന് പോയി തൊഴണം. മനോഹരമായ ഒരു ക്ഷേത്ര നഗരമാണ്, ക്ഷേത്രപ്രദേശമാണ്, കടൽ തീരത്താണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന ജില്ലയിലാണ്. നാഗർകോവിൽ വഴി പോകാനായിട്ട് സാധിക്കും. കേരളത്തിൻ്റെ തെക്കൻ ജില്ലയിലുള്ളവർക്ക് വളരെ എളുപ്പമാണ്. നാഗർകോവിലിൽ നിന്ന് ബസ്സുണ്ട്. തിരുവനന്തപുരത്തു നിന്നും 1-2 ബസ്സുകൾ ഉണ്ട്. ഈ മഹാസ്കന്ദഷഷ്ടിയോടനുബന്ധിച്ച് ഒരുപാട് വിശേഷപ്പെട്ട പൂജകൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അത്. ഭഗവാന്റെ സാന്നിധ്യം ഉള്ള ഒരു ക്ഷേത്രമാണ്. പിറ്റേ ദിവസം, സ്കന്ദഷഷ്ടിയുടെ പിറ്റേ ദിവസം അവിടെ ഭഗവാന്റെ വിവാഹ ചടങ്ങുകളൊക്കെ തന്നെ വളരെ കെങ്കേമമായി ആഘോഷിക്കാറുണ്ട്. പോയിട്ടുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണം. പോകാൻ സാധിക്കാത്ത ആളുകളൊക്കെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പോകാനായി പ്രാർത്ഥിക്കുക, ശ്രമിക്കുക. നിങ്ങൾക്കതിന് സാധിക്കും. ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ രഹസ്യമായ കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അസുരകാന്ഡമാണ് സ്കന്ദപുരാണത്തിലെ. അങ്ങനെ ദേവേന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം ദേവഗുരു അസുരകുലത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണ്. 66 കോടി അസുരന്മാരുടെ ചക്രവർത്തിയായ അസുരേന്ദ്രൻ മംഗളകേശി എന്നു പേരുള്ള രാക്ഷസിയെ വിവാഹം ചെയ്യുന്നു. ആ രാക്ഷസ ദമ്പതിമാർക്ക് സുരസ എന്നു പേരായ ഒരു പുത്രി ജനിക്കുന്നു. സുരസ വളർന്നു വലുതായപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യർ അവളെ സർവ്വവിധ മായാജാലങ്ങളും അഭ്യസിപ്പിക്കുന്നു. സുരസ പിന്നീട് മായ എന്ന പേരിൽ അറിയപ്പെട്ടു. അസുരന്മാരുടെ ശക്തി ക്ഷയിച്ചു വരുന്നതും ദേവന്മാരുടെ ശക്തി അഭിവൃദ്ധിപ്പെടുന്നതുമായ ഒരു കാലമായിരുന്നു അപ്പോൾ. അതിനാൽ ശുക്രാചാര്യർ തൻ്റെ ശിഷ്യയോട് ഇങ്ങനെ പറഞ്ഞു:
അസുരരാജപുത്രി മഹാവിഷ്ണുവാലും ദേവേന്ദ്രനാലും അനേകം താപസന്മാരാലും അനേക കോടി അസുരവീരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. നിന്റെ പിതാവായ അസുരേന്ദ്രനും ശക്തിയും സമ്പത്തും നഷ്ടപ്പെട്ട് വിഷമിക്കുകയാണ്. അസുരകുലത്തെ സംരക്ഷിക്കേണ്ടുന്ന ദൗത്യം നീ ഏറ്റെടുക്കണം. നീ നിന്റെ ശരീര സൗന്ദര്യത്താൽ കശ്യപ മഹർഷിയെ വശീകരിച്ച് കാമിപ്പിച്ച് പുത്രസൗഭാഗ്യം നേടിയെടുക്കണം. ആ പുത്രന്മാർക്കേ അസുരകുലത്തിൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കുവാൻ സാധിക്കൂ. ഇങ്ങനെ ശുക്രാചാര്യർ ഉപദേശിക്കുകയാണ്. ആചാര്യൻ്റെ ഉപദേശം ശിരസാവഹിച്ച മഹാമേരു പർവ്വതത്തിൻ്റെ ഉത്തരദിക്കിലുള്ള വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന കശ്യപ മുനിയെ ദർശിക്കുന്നതിനായി അവൾ പുറപ്പെട്ടു. കശ്യപ മഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്ന ആ വനത്തിൽ മായ എത്തിച്ചേർന്നു. അവൾ അവിടെ മനോഹരങ്ങളായ പൂങ്കാവനങ്ങളും മണൽക്കുന്നുകളും താമരപ്പൊയ്കകളും വൃക്ഷലതാദികളും തൻ്റെ മന്ത്രശക്തിയാൽ സൃഷ്ടിച്ചു. വസന്തം വന്നു എന്ന് കണ്ട വണ്ടുകൾ അവിടെ പാഞ്ഞെത്തി. മധുരഗീതങ്ങൾ പാടാൻ കുയിലുകൾ അവിടെ എത്തിച്ചേർന്നു. വർണ്ണപ്പീലികൾ വിടർത്തി നൃത്തമാടുവാൻ മയിലുകളും അവിടെ എത്തിച്ചേർന്നു. തപോനിഷ്ഠയിൽ നിന്ന് ഉണർന്ന കശ്യപമുനി മനസ്സിന് സന്തോഷം നൽകുന്ന ആ പ്രകൃതി ഭംഗി കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. താൻ നിൽക്കുന്ന കാനനം ദേവലോകമാണോ കുബേരപുരിയാണോ എന്നുപോലും ഒരു നിമിഷം കശ്യപമുനി സംശയിച്ചു. പെട്ടെന്ന് അവിടേക്ക് അതിമനോഹരമായ രൂപം ധരിച്ച് ആ മായ എന്ന അസുരപുത്രി അവിടേക്ക് എത്തിച്ചേർന്നു. മായ എന്ന അസുരപുത്രി കശ്യപനെ വശീകരിക്കുവാനുള്ള പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. കശ്യപനെ അവസാനം മായ വശീകരിച്ചു. കശ്യപൻ മായയോട് ചോദിച്ചു, നീ ആരാണ്? താൻ ഉത്തരദിക്കിലുള്ളവളാണ് എന്നും മഹാമേരു പർവ്വതത്തിൻ്റെ ദക്ഷിണഭാഗത്തുള്ള ഗംഗാനദിയിൽ നീരാടുവാൻ വന്നതാണ് എന്നും അവൾ അറിയിച്ചു. മായാമോഹിതനായ മഹർഷി അവളുടെ സൗന്ദര്യത്തിന് അപ്പോഴേക്കും അടിമയായി കഴിഞ്ഞിരുന്നു. ഹേ സുന്ദരി, നീ കൽപ്പിച്ചാൽ ഗംഗാനദി മുതലായ സപ്തവാഹിനികളെയും ശിവ വിഷ്ണു വാസസ്ഥലങ്ങളെയും സ്വർഗലോകം മുതലായ ദേവലോകങ്ങളെയും ഈ ലോകങ്ങളിൽ വസിക്കുന്ന ദേവന്മാരെയും നിന്റെ പാദകമലങ്ങളിൽ നാം വരുത്തുന്നതാണ്. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ത്രിമൂർത്തികളെയും ത്രിലോകവാസികളെയും ക്ഷണനേരത്തിൽ നാം ഇവിടെ വരുത്തുന്നതാണ്. നീ ആഗ്രഹിച്ചാൽ ദേവലോക സുന്ദരിമാരെ ഞാനിവിടെ വരുത്തി നിനക്ക് ദാസ്യവേല ചെയ്യിപ്പിക്കാം. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരാം എന്നൊക്കെ ഈ അസുരസ്ത്രീയായ മായയുടെ മോഹവലയത്തിൽപ്പെട്ട് കശ്യപമുനി പറയുകയാണ്. തപസ്സനുഷ്ഠിക്കുന്ന കശ്യപമുനി ജ്ഞാനിയാണ്. പക്ഷേ ഒരു നിമിഷം മായയുടെ പിടിയിൽ അകപ്പെടുന്നു. ഹരേ കൃഷ്ണ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയും, ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ, ഇത്രയും ബോധമുള്ള ആളാണല്ലോ, അയാൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? എന്തുകൊണ്ടാണ്? മായയുടെ പിടിയിൽ പെടുന്നത് കൊണ്ടാണ്. നമുക്ക് നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട്. പക്ഷേ ചില സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് മായയുടെ പ്രവൃത്തിയാണ്. ഇവിടെ ജ്ഞാനിയാണ് കശ്യപൻ, പക്ഷേ കശ്യപന് പോലും മായ ബാധിച്ചിരിക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും മായ ബാധിച്ചാൽ പിന്നെ അവന് നേർവഴി കാണുകയില്ല. ഇത് സ്കന്ദപുരാണത്തിലും ഭാഗവതത്തിലുമൊക്കെ തന്നെ പല സന്ദർഭങ്ങളിൽ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ കശ്യപമുനി മായയുടെ മുമ്പിൽ ഓരോരോ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കശ്യപൻ തൻ്റെ മായയുടെ വലയിൽ അകപ്പെട്ടു എന്നറിഞ്ഞ മായ പിടികൊടുക്കാതെ ഇങ്ങനെ വഴുതി നടന്നു. അതോടുകൂടി കശ്യപമുനിക്ക് എങ്ങനെയെങ്കിലും
അവളെ തൻ്റെ വരുതിയിൽ നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ മുനി 4 പാടും മായ എന്ന സുന്ദരി അന്വേഷിച്ചു നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുനിയുടെ മുമ്പിൽ നിന്നും മായ അങ്ങ് അപ്രത്യക്ഷമായി. അതോടുകൂടി മായയെ കാണണം എന്ന് ചിന്തിച്ചുകൊണ്ട് കശ്യപമുനി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മായ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകും. അങ്ങനെ മുനി ആകെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ദുഃഖിച്ചിരുന്ന കശ്യപമുനിയുടെ മുമ്പിലേക്ക് മായ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ആവേശഭരിതനായ കശ്യപ മഹർഷി മായയുടെ മുമ്പിൽ പരവശനായി നിന്ന് തന്നെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് അവളോട് അഭ്യർത്ഥിച്ചു. അവളാകട്ടെ മനസ്സില്ല മനസ്സോടെ എന്ന് ഭാവിച്ച് അത് സമ്മതിച്ചു. എങ്കിലും അവൾ ചില വ്യവസ്ഥകൾ മുമ്പോട്ട് വെച്ചു. താൻ അതീവ സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവും സുന്ദരനായിരിക്കണം. ഈ രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല, അതായത് ഒരു മുനിയുടെ രൂപത്തിൽ സ്വീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ദേവരൂപം പ്രാപിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. ഉടൻ തന്നെ കശ്യപ മഹർഷി ഒരു ദേവകുമാരനായി രൂപം പ്രാപിച്ചു. മായ ആ ദേവകുമാരൻ്റെ, കശ്യപമുനി എന്ന ദേവകുമാരൻ്റെ കരം ഗ്രഹിച്ചു. മായയാൽ നിർമ്മിക്കപ്പെട്ട മണിമണ്ഡപത്തിൽ പ്രവേശിച്ച് അവർ മായാനിർമ്മിതമായ മണിമഞ്ചത്തിൽ ക്രീഡകളാടി രമിച്ചു. സൂര്യനസ്തമിച്ച ആദ്യയാമത്തിൽ അങ്ങനെ അവർക്ക് ശൂരപത്മാസുരൻ എന്ന അസുരൻ ജനിക്കുന്നു. കശ്യപ മഹർഷിയുടെയും മായയുടെയും വിയർപ്പു തുള്ളികളിൽ നിന്ന് 30 കോടി അസുരന്മാർ ജനിക്കുന്നു. രാത്രിയുടെ 2-ാം യാമത്തിൽ 1000 സിംഹമുഖങ്ങളും 2000 കരങ്ങളുമുള്ള സിംഹമുഖാസുരന് മായ ജന്മം നൽകുന്നു. ഈ സിംഹമുഖാസുരന് ജന്മം നൽകുന്ന സമയത്ത് മായയും കശ്യപനും സിംഹരൂപം പൂണ്ടാണ് രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുത്രൻ ജനിച്ചത്. സിംഹദമ്പതികളുടെ വിയർപ്പു കണങ്ങളിൽ നിന്ന് 40 കോടി രാക്ഷസന്മാരാണ് ജനിച്ചത്. രാത്രിയുടെ 3-ാം യാമത്തിൽ ആനയുടെ രൂപം പൂണ്ടാണ് അവർ രാസകേളികൾ ആടിയത്. തുടർന്ന് ആ ദമ്പതികൾക്ക് 4 കൊമ്പുകളും തുമ്പിക്കൈയുമുള്ള താരകാസുരൻ പുത്രനായി ജനിക്കുന്നു. ഗജദമ്പതികളുടെ വിയർപ്പിൽ നിന്ന് 50 കോടി രാക്ഷസന്മാർ ഉണ്ടാകുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അജരൂപം പ്രാപിച്ച് കശ്യപനും മായയും സംഗമിക്കുന്നു. ആ ബന്ധത്തിൽ നിന്ന് അജമുഖി എന്ന രാക്ഷസിയാണ് ജനിക്കുന്നത്. പുലി, കരടി, മാൻ, കുതിര മുതലായ രൂപങ്ങളെടുത്ത മഹർഷിക്കും മായയ്ക്കും അനേകായിരം അസുരപുത്രന്മാർ ജനിക്കുന്നു. ശൂരപത്മാദി അസുരന്മാരുടെ ജനനത്തിൽ ത്രിലോകങ്ങളിലും 1008 അണ്ഡങ്ങളിലും ദുർലക്ഷണങ്ങൾ കാണപ്പെട്ടു. കശ്യപ മഹർഷിയും മായയും സ്വരൂപങ്ങൾ പ്രാപിച്ച് സന്തുഷ്ടചിത്തരായി ഭവിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇത്രയും രാക്ഷസ സൈന്യത്തെയും, അതായത് അസുരവീരന്മാരെയും പുത്രന്മാരെയും പുത്രിയെയുമൊക്കെ കശ്യപമുനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വബോധത്തിൽ കാണുന്നത്. ഉടൻ തന്നെ ഇതെല്ലാം മായയുടെ പിടിയിൽപ്പെട്ട് സംഭവിച്ചതാണ് എന്ന് കശ്യപമുനിക്ക് മനസ്സിലാകുന്നു. ശൂരപത്മാദി രാക്ഷസന്മാർ മാതാപിതാക്കന്മാരെ വന്ദിച്ച് തങ്ങൾ അനുസരിക്കേണ്ടുന്ന നീതിമുറകളെ പറ്റി പറയുവാൻ ആവശ്യപ്പെട്ടു. അവരോട് ധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞ് കശ്യപൻ മനസ്സിലാക്കി. അതിനുശേഷം അവരോട് തപസ്സനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടു. തപസ്സനുഷ്ഠിച്ച് ശ്രേഷ്ഠന്മാരായതിനു ശേഷം ദുഷ്കർമ്മങ്ങളും അധർമ്മങ്ങളും ചെയ്യാൻ പാടില്ല എന്നുകൂടി കശ്യപമുനി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ കശ്യപമുനി തൻ്റെ പുത്രന്മാരെ ഉപദേശിക്കുന്നത് കേട്ടപ്പോൾ
അവരുടെ അമ്മയായ മായ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് മഹർഷേ അങ്ങിങ്ങനെ ഉപദേശിക്കുന്നത്? അങ്ങയുടെ ഉപദേശം താപസന്മാർക്ക് മാത്രം യോജിച്ചതാണ്. നമ്മുടേത് വീരപുത്രന്മാരാണ്. അവർ കുബേരന്മാരായും വീരാധിവീരന്മാരായും മരണമില്ലാത്തവരായും ഭവിക്കേണ്ടവരാണ്. അല്ലാതെ തപസ്സു ചെയ്യുന്ന സന്യാസിമാരാകേണ്ടവരല്ല. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെയൊന്നും അവരെ ഉപദേശിക്കരുത്. ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് അവരുടെ അമ്മ മായ പറഞ്ഞപ്പോൾ അച്ഛനായ കശ്യപൻ പറയുകയാണ്, എങ്കിൽ വേണ്ട, എന്താണ് നിനക്ക് നിന്റെ പുത്രന്മാരെ ഉപദേശിക്കാൻ കഴിയുന്നത് അത് ഉപദേശിക്കുക, അതായിരിക്കും നല്ലത് എന്ന് മഹർഷി പറയുന്നു. അതനുസരിച്ചിട്ട് അമ്മയായ മായ കുമാരന്മാർക്ക് ഉപദേശം നൽകുന്നു. എന്താണ് ആ ഉപദേശം? കുമാരന്മാരെ, ജീവിത വിജയം നേടുന്നതിന് ധനവും വിദ്യാഭ്യാസവും ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇവ നേടുവാൻ സാധിക്കാത്ത ജന്മം ദുർജന്മമാണ്, വ്യർത്ഥവുമാണ്. വിദ്യ, ധനം ഇവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ധനമാണ്. വിദ്യാസമ്പന്നർ പോലും കാര്യസാധ്യത്തിന് ധനവാന്മാരെ ആശ്രയിക്കുന്നു. ധനമില്ലാത്തവൻ ജഡതുല്യനാണ്. പരിശ്രമം കൊണ്ട് മാത്രമേ ധനം സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ. ധനവും പ്രശസ്തിയും ആർജിക്കുന്നതിന് യാഗം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉത്തരദിക്കിലുള്ള ഭൂമി രാക്ഷസന്മാർക്ക് തപസ്സനുഷ്ഠിക്കുന്നതിന് ഉത്തമമാണ്. അതുകൊണ്ട് നിങ്ങൾ പരിവാരങ്ങളോടുകൂടി ഉത്തരദിക്കിൽ ചെന്ന് യാഗകുണ്ഡങ്ങൾ നിർമ്മിച്ച് പരമേശ്വരനെ പ്രാർത്ഥിച്ച് വീരയാഗം നടത്തണം. യാഗശക്തി കൊണ്ട് സംപ്രീതനായി പ്രത്യക്ഷപ്പെടുന്ന മഹാദേവൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന വരങ്ങളെല്ലാം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീരയാഗം ചെയ്യുന്നതിന് ഒരുങ്ങിക്കൊള്ളുക. ഇങ്ങനെ അമ്മയായ മായ പുത്രന്മാർക്ക് ഉപദേശം നൽകി. അതിനുശേഷം യാഗവിധികളെക്കുറിച്ചും യാഗമന്ത്രങ്ങളെക്കുറിച്ചും ശൂരപത്മാസുരനും മറ്റുള്ള അസുരന്മാർക്കും അമ്മ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തു. അനുജന്മാരുമൊത്ത് ശൂരപത്മാസുരൻ വീരയാഗം ആരംഭിക്കുന്നതിന് പരിവാര സമേതനായി ഉത്തരദിക്കിലേക്ക് പുറപ്പെടുകയും അത് കണ്ട് അമ്മ സന്തോഷിക്കുകയും ചെയ്തു. സുന്ദരിയായ മായ പുത്രന്മാരെ സഹായിക്കുന്നതിനായി അവരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു. എന്നിട്ട് കശ്യപനോട് പറഞ്ഞു, തന്നെയോർത്ത് ദുഃഖിക്കണ്ട, ദുഃഖിക്കാതെ താങ്കൾ തപസ്സനുഷ്ഠിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് മായ പോകുന്നത്. മായ പോയപ്പോൾ കശ്യപമുനിക്ക് വലിയ വിഷമമായി. തന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്ന് കശ്യപൻ പലതവണ പറഞ്ഞിട്ടും മായ മക്കളുടെ കൂടെ പോവുകയാണ് ചെയ്തത്. താൻ മായയാണെന്നും സന്താനോൽപാദനം മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും അത് സാധിച്ചു കഴിഞ്ഞുവെന്നും ഇനി താൻ മടങ്ങിപ്പോവുകയാണ് എന്നും മായ പറഞ്ഞു. പക്ഷേ അപ്പോഴും മായയുടെ പിടിയിൽപ്പെട്ട കശ്യപൻ പോകരുതേ എന്ന് അപേക്ഷിച്ചു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ മായ മറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും മായയുടെ പ്രഭാവത്തിൽ താൻ പെട്ടിരിക്കുന്നു എന്ന് മുനിയായ കശ്യപന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കരഞ്ഞു കരഞ്ഞ് വിരഹവേദനയിൽ കശ്യപമുനി തറയിൽ വീണു എന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. അങ്ങനെ കരഞ്ഞു കരഞ്ഞു തളർന്നിരുന്ന കശ്യപമുനിയുടെ മുമ്പിലേക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും കശ്യപമുനിക്ക് ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു. അതോടുകൂടി മായയുടെ ആ പ്രഭാവ വലയത്തിൽ നിന്നും കശ്യപൻ മോചിതനാവുകയും കാമവൈരിയായ പരമേശ്വരനെ തപസ് ചെയ്യുകയും ചെയ്തു. ഉത്തരദിക്കിൽ ശൂരപത്മാസുരനും അനുജന്മാരും
തപസ്സനുഷ്ഠിക്കുകയാണ് പരമേശ്വരനെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട്. അവരുടെ കഠിനമായ തപസ്സിനൊടുവിൽ മഹാദേവിയോടുകൂടി പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. പരമേശ്വര ദർശനം നേടിയ ശൂരപത്മാസുരനും സിംഹമുഖാസുരനും തുടങ്ങിയ അസുരന്മാരെല്ലാവരും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഭഗവാൻ അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ശൂരപത്മാസുര, നീയും നിന്റെ സഹോദരന്മാരും അനുഷ്ഠിച്ച തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. വരം ആവശ്യപ്പെട്ടുകൊള്ളുക. വർഷങ്ങളോളം കഠിനമായ തപസ്സനുഷ്ഠിച്ചു നേടിയെടുത്ത ഈശ്വര കടാക്ഷം കൊണ്ട് കേവലം മോക്ഷമോ മുക്തിയോ പ്രാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ബുദ്ധിയല്ല എന്ന് അസുരവീരന്മാർക്ക് തോന്നി. അതിനാൽ സമസ്ത ലോകങ്ങളെയും തങ്ങളുടെ കാൽക്കീഴിൽ ആക്കുവാനും ആ ലോകങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ആജ്ഞാശക്തിയും സങ്കല്പമാത്രയിൽ അവിടെയെല്ലാം യാത്ര ചെയ്തു മടങ്ങുന്നതിനുള്ള വേഗതയുള്ള വാഹനവും നൽകി അനുഗ്രഹിക്കണമെന്നാണ് ശൂരപത്മാസുരൻ വരം ചോദിച്ചത്. മഹാവിഷ്ണു മുതലായ ദേവന്മാരെ വിജയിക്കുന്നതിനുള്ള ആയുധങ്ങളും എന്നും നാശമില്ലാത്ത ശരീരവും നൽകി തന്നെ കാത്തുകൊള്ളണമെന്ന് ആ അസുരൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു. ഭഗവാൻ അസുരനെ അനുഗ്രഹിച്ചു. ബ്രഹ്മാണ്ഡം എന്നത് 1000 കോടി അണ്ഡങ്ങൾ അടങ്ങുന്നതാണ്. അതിൽ 1008 അണ്ഡങ്ങളെ 108 യുഗങ്ങൾ ഭരിച്ചു വാഴുന്നതിന് മഹേശ്വരൻ അവർക്ക് അനുവാദം നൽകി, അനുഗ്രഹം നൽകി. അസുരവീരന് മഹാദേവൻ അനുവദിച്ച 108 ലോകങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ശക്തിയും വേഗതയുമുള്ള ഇന്ദ്രജാലം എന്ന രഥവും ആജ്ഞാശക്തിയും സിംഹവാഹനവും സകല ദേവന്മാരെയും വിജയിക്കുന്നതിനുള്ള ശക്തിയും തൻ്റെ ഇടവും പാശുപതാസ്ത്രം മുതലായ ദേവാസ്ത്രങ്ങളും വജ്രസമമായ ദേഹശക്തിയും അതോടുകൂടി ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ലഭിച്ചു. യാഗശാലയിൽ എത്തിച്ചേർന്ന പരമേശ്വരൻ ദേവഗംഗയുടെ സാന്നിധ്യത്തിൽ യാഗാഗ്നിയിൽ നിന്ന് 10,000 കോടി അസുരവീരന്മാരെ സൃഷ്ടിച്ച് ശൂരപത്മാസുരന് നൽകുകയും ചെയ്തു. ശൂരപത്മാസുരന് പരമേശ്വരൻ വരദാനം ചെയ്തപ്പോൾ തന്നെ വന്നിച്ചു നിന്ന സിംഹമുഖാസുരനെയും താരകാസുരനെയും അനുഗ്രഹിച്ചുകൊണ്ട് ഗംഗാധരൻ ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ ഇരുവരും ശൂരപത്മന്റെ 2 കരങ്ങളെപ്പോലെ 108 യുഗങ്ങൾ സന്തുഷ്ടരായി കഴിയുക. നമ്മുടെ ശക്തിയെ കൊണ്ടല്ലാതെ മറ്റൊരു ശക്തിയാലും നിങ്ങളെ നിഗ്രഹിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭഗവാൻ ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകിയതിനു ശേഷം പിന്നീട് ഭഗവാൻ പറയുകയാണ്: നിങ്ങൾ 108 യുഗങ്ങൾ സന്തുഷ്ടരായി കഴിഞ്ഞുകൊള്ളുക. നമ്മുടെ ശക്തിയെ കൊണ്ടല്ലാതെ മറ്റൊരു ശക്തിയാലും നിങ്ങളെ നിഗ്രഹിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. തുടർന്ന് പരമേശ്വരൻ ശക്തിയേറിയ രഥങ്ങളും പാശുപതാസ്ത്രവും നൽകി അസുരവീരന്മാരെ അനുഗ്രഹിച്ചു. ഭഗവാൻ യാത്രയായ ശേഷം വരലബ്ധിയിലൂടെ കരുത്തരായ ശൂരപത്മാസുരനെ അസുരവീരന്മാർ വാഴ്ത്തി സ്തുതിച്ചു. ഇങ്ങനെ എല്ലാ വരങ്ങളും നേടിയതിനു ശേഷം ശൂരപത്മാസുരനും സഹോദരന്മാരും കൂടി എവിടെ എത്തിച്ചേരുന്നു? കശ്യപമുനിയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. അച്ഛനാണ്. കശ്യപമുനിയെ കണ്ട് തങ്ങൾക്കു ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കശ്യപമുനി അവരോട് പറഞ്ഞു: നിങ്ങൾ പോയി കുലഗുരുവായ ശുക്രാചാര്യരെ കാണുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങളെല്ലാം നൽകും എന്ന് പറയുന്നു. അതിനുശേഷം അവര് അസുരഗുരുവായ ശുക്രാചാര്യരെ ചെന്ന് കാണുകയും ശുക്രാചാര്യർ അവരെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അസുര സാമ്രാജ്യം സൃഷ്ടിച്ചു. ഹരേ കൃഷ്ണ. ഇനി അങ്ങോട്ട് ശൂരപത്മാസുരൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും സഹോദരന്മാരുടെയും ദുർഭരണമാണ്. ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നത്തെ ഭാഗം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? താരകാസുര വധത്തിനു ശേഷം ദേവന്മാർ
മുരുകദേവനെ പൂജിക്കുന്നു. പിന്നീട് മുരുകദേവൻ്റെ യാത്രയാണ്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടുള്ള മുരുകദേവൻ്റെ യാത്ര. അങ്ങനെ ആ യാത്രയുടെ ഒടുവിൽ ഭഗവാൻ എവിടെ എത്തിച്ചേരുന്നു? തൃച്ചെന്തൂരിൽ എത്തിച്ചേരുന്നു. തൃച്ചെന്തൂരിൽ വെച്ച് ദേവേന്ദ്രനോട് അസുരകുലത്തെ പറ്റി, അതായത് ശൂരപത്മാസുരനെയും അവൻ്റെ കൂട്ടാളികളെയും പറ്റി, അവരുടെ ജനനം മുതൽ ഇപ്പോൾ അവരെന്തു ചെയ്യുന്നു, അവർക്കെങ്ങനെയാണ് ഈ വരങ്ങളൊക്കെ ലഭിച്ചത്, ഏതൊക്കെ വിധത്തിലുള്ള ഉപദ്രവങ്ങളാണ് അവർ നിങ്ങൾക്ക് വരുത്തിയത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു തരാനായിട്ട് മുരുകദേവൻ ദേവേന്ദ്രനോട് പറയുന്നു. ഈ കാര്യം വിശദമായി പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് ദേവേന്ദ്രൻ ആരെ ഏൽപ്പിക്കുന്നു? വ്യാഴഭഗവാനെ ഏൽപ്പിക്കുന്നു. അതായത് ദേവഗുരുവായ ബൃഹസ്പതി. ബൃഹസ്പതി അസുരകുലത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. അതായത് കശ്യപമുനിയുടെ പുത്രന്മാരാണ്. കശ്യപമുനിക്ക് എങ്ങനെയാണ് അസുരന്മാർ ജനിച്ചത്, എങ്ങനെയാണ് ശൂരപത്മാസുരന് വരങ്ങൾ ലഭിച്ചത് എന്നുള്ള കാര്യമൊക്കെയാണ് വിശദമായി തന്നെ ഇവിടെ ബൃഹസ്പതി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ശൂരപത്മാസുരനും സഹോദരന്മാരും അസുര സാമ്രാജ്യം സ്ഥാപിച്ച ഭാഗം വരെയാണ് ഇന്ന് നമ്മൾ വിശദമായി തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു തവണ കേൾക്കുമ്പോൾ ഈ ഭാഗം അത്ര നന്നായി മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, 2 or 3 തവണ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടിയിരുന്ന് ഈ കഥാഭാഗം കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കും. അതൊരു മഹാഭാഗ്യമായി കരുതുക. കുറച്ച് സമയം, ഒരു 1 മണിക്കൂർ സമയം ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യാനായി മാറ്റിവെക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.